രാജ്യത്തെ പൗരന്മാരാരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് ചർച്ചയുണ്ടായിട്ടുണ്ട്. ആ ചർച്ചയ്ക്കൊക്കെ ഒടുവിലാണ് ഇന്ത്യയുടെ ഭരണഘടനയിലെ പൗരത്വം എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ, ഒരു വിഭാഗം തന്നെ കൃത്യമായിട്ട് ഇന്ത്യയിലെ പൗരന്മാരാരാണ് എന്ന് എഴുതി വെച്ചത്. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. ഒരു മതത്തിനെയും നോക്കിയിട്ട് ആ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പൗരത്വം നൽകിയത്. ഇന്ന് രാജ്യം ഭരിക്കുന്ന, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ NRC CA നിയമം പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ നാട്ടിൽ ഒരു വിഭാഗത്തിന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതൊരു വിഭാഗത്തിനെ അല്ല ഉന്മൂലനം ചെയ്യാൻ പോകുന്നത്, ഈ നാട്ടിലുള്ള പ്രമുഖരായിട്ടുള്ള ഒരു പറ്റ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനമാണത്. നാട്ടില്, കേരളത്തില് NRC CAയുമായി ബന്ധപ്പെട്ട് മോഹന വാഗ്ദാനങ്ങൾ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്. പ്രധാനിയാര പിണറായി വിജയൻ അല്ലേ? സമരം ചെയ്യാൻ പോയിട്ട് അറസ്റ്റ് വരിച്ച ആൾക്കാരില്ലേ ഇല്ലേ? വനിതാ ലീഗിന്റെ നേതാക്കന്മാരില്ലേ ഇതിൽ? നമ്മളോട് നിങ്ങളുടെ പേരിൽ NRC CA സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു കേസ് എടുക്കാൻ ഒരു മനുഷ്യനുമില്ല, നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കണ്ട എന്നാണ് ആര് പറഞ്ഞത്? കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ പറഞ്ഞത്. ഇപ്പോഴും ആ കേസിന്റെ അവസ്ഥ എന്താ? സംസ്ഥാനങ്ങളും മറ്റു പല സംസ്ഥാനങ്ങളും കേസുകൾ പിൻവലിച്ചു. ഇത് അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടി സംസാരിക്കല്ലേ. അതിന് നിങ്ങൾ എന്തിനു അറസ്റ്റ് ചെയ്യണം, കേസ് എടുക്കണം എന്ന് ചോദിച്ചുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും, അത് തമിഴ്നാടും ബംഗാളും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പിൻവലിച്ചപ്പോൾ പിണറായി വിജയന് ആ നിന്ന നിൽപ്പാണ്. ഈ നിമിഷം വരെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എന്നാൽ മറ്റൊരു കാര്യം മൂപ്പര് കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ കേരള യാത്ര എടുത്തു നോക്കിയാൽ മതി, നവകേരള യാത്ര. അത് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം എത്തുന്നതിൻ്റെ ഇടയിൽ അല്ലേ, ഇവിടെയുള്ള ഉമ്മമാരൊക്കെ ശ്വാസം വിടാതെ നമ്മൾ ഇങ്ങനെ നെഞ്ചത്ത് കയ്യും വെച്ചായിരുന്നത്. കലാപരിപാടികളായിരുന്നു, വലിയ കലാപരിപാടികൾ. കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ പറഞ്ഞത്, ഇത് മുമ്പ് ഈ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടിക്ക് തുല്യമായിട്ടുള്ള, അതിനേക്കാൾ മികച്ച പരിപാടി, അതുകൊണ്ട് കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മള് കാഴ്ചക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നതാ. നമ്മളടുത്തേക്ക് കേരളം ഭരിക്കുന്ന ഭരണാധികാരി വരുമല്ലേ, പറയാനുണ്ട് നമുക്ക് പ്രശ്നങ്ങൾ, നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. കംപ്ലൈന്റുമായിട്ട് പോയ ആളുകളുടെ അവസ്ഥ എന്താ? കംപ്ലൈന്റ് കൊടുത്തവർക്ക് അന്ന് പോയി പിറ്റേന്ന് രാവിലെ അതിലെ നടക്കുമ്പോൾ തോട്ടുന്നാണ് കൊടുത്ത പരാതി കിട്ടുന്നത്. കൊടുക്കാൻ പോയിട്ട് എത്ര പേരുടെ അത് വാങ്ങി, എന്നിട്ട് എത്ര പേർക്ക് അതിന് മറുപടി ലഭിച്ചു? അതിനേക്കാൾ വലിയ പൊല്ലാപ്പിലേക്കാണ് അവസാനം ഇത് ചെന്ന് അവസാനിച്ചത്. അങ്ങനെ കാസർഗോഡ് മൂപ്പര് നയം മാറ്റി. മൂപ്പര് കണ്ണൂരിലെത്തിയപ്പോൾ പറഞ്ഞത്, ഇത് ഞാൻ ജനങ്ങളുമായിട്ട് നേരിട്ട് നടത്തുന്ന ആശയവിനിമയമാണ്, അല്ലാതെ ജനസമ്പർക്കത്തിൽ അപ്പുറത്തേക്ക് പരാതി സ്വീകരിക്കാനുള്ള പരിപാടിയല്ല. എന്താ പിന്നെ നമ്മൾ കണ്ണൂർ കണ്ടത്? ചെണ്ടമേള കണ്ണൂരിൽ കണ്ടത്. മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ ഒരു ഈച്ച ഉറുമ്പുണ്ടാവാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് അന്ന് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന ഉമ്മനെ പോലീസുകാർ വന്ന് ജീപ്പ് കയറ്റി കൊണ്ടുവന്നു. അത് കണ്ട് മോൻ വീട്ടിലേക്ക് വിളിച്ച് പറയാ, ഉമ്മനെ കൊണ്ട് പോലീസുകാർ പോയിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? ഉമ്മ ഇട്ട പർദ്ദയാ പ്രശ്നം. കറുത്ത പർദ്ദ ഇട്ട് കറുത്ത വസ്ത്രമുള്ള ഒരു വ്യക്തിക്കും നഗരത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ആളുകൾ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഭരണം നടക്കുന്നത്? മനുഷ്യന്മാര് കഷ്ടപ്പെടുക. എന്നിട്ട് മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് പറയും, മുണ്ട് മുറുക്കി ഉടുക്കണം, മുണ്ട് മുറുക്കി ഉടുക്കണം. ഈ കഷ്ടപ്പാടും പ്രയാസം കാരണം പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളുടെ തലമണ്ടയ്ക്ക് ഹെൽമെറ്റും ചെടിച്ചട്ടിയും ഒക്കെ എടുത്ത് അടിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ആരാ ഇത് അടിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര്, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് അടിക്കുക. ഇപ്പോഴും പലരുടെയും അവസ്ഥ മെച്ചപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ആ വിഷയം ഇപ്പോഴും നിലനിൽക്കുക. പലരും ഹോസ്പിറ്റലുകളിൽ ഡിസ്ചാർജ് ചെയ്തിട്ട് സാധാരണ ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സർക്കാർ അവരെ ഈ കേരള യാത്ര, നവകേരള യാത്ര കാസർഗോഡ് നിന്ന് തുടങ്ങി അവര് കണ്ണൂരിലെത്തി, കോഴിക്കോട് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ ഒരു വർത്താനുണ്ട്. എന്താ അറിയോ? മലപ്പുറം ജില്ലയിലെത്തിയപ്പോഴാണ് മൂപ്പർക്ക് NRC CA ഓർമ്മ വന്നത്. വേറെ എവിടെന്നോ എന്ന് പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. മലപ്പുറം വിട്ടിട്ട് പിന്നെ
പിന്നെ തിരുവനന്തപുരത്തെത്തി. അതിനിടയിൽ മൂപ്പര് NRCCA പറഞ്ഞിട്ടില്ല. എന്നാൽ മലപ്പുറത്തുകാരോട് മാത്രം NRCCA പറയുന്നത്? ഇതൊരു വലിയ ദേശീയ പ്രശ്നമല്ലേ? CPM-ന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇത് തന്നെയാണല്ലോ പാലക്കാട് ആവർത്തിച്ചത്. മുസ്ലിം പത്രത്തില്, മുസ്ലിം വിശ്വാസികൾ കൂടുതൽ വായിക്കുന്ന പത്രത്തിൽ NRCCA കൊടുക്കും. ക്രൈസ്തവ വിശ്വാസികളുടെ പത്രത്തില് അവര് മണിപ്പൂരിനെ കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, മണിപ്പൂരിൽ പാവപ്പെട്ട സ്ത്രീകള്, കുഞ്ഞുങ്ങള്, കർഷകരായിട്ടുള്ള ആളുകള് നൊന്ത് മരിക്കുമ്പം അതിൽ ദുഃഖമില്ലാത്ത ആളുകളാണോ നമ്മള്? അതിൽ പ്രയാസം അനുഭവിക്കാത്ത ആളുകളാണോ നമ്മൾ? ഈ നാട്ടിലുള്ള മുസ്ലിം വിശ്വാസികൾക്ക്, ഈ നാട്ടിലെ ഹിന്ദു വിശ്വാസികൾക്ക് അതിൽ പ്രയാസമില്ല എന്നാണ് CPM-കാർ കരുതുന്നത്. NRCCA വിഷയം മുസ്ലിം പത്രത്തിൽ കൊടുക്കുമ്പോൾ ഈ നാട്ടിലുള്ള മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ മതേതരത്വ ബോധം എവിടെയാ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണം. CPM-കാർ പറയുന്ന സെക്യുലാരിസം ഉണ്ടല്ലോ, മതേതരത്വം ഉണ്ടല്ലോ, അതെവിടെയാ നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണം. ഈ ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വന്ന് ഗുഡ് ലിസ്റ്റില് ഞങ്ങൾ മതങ്ങളില്ല, എല്ലാവരും കൂട്ടിപ്പിടിച്ച് നടക്കുന്ന സംഘടനയാണെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഇന്ത്യയുടെ ഭരണഘടനയിൽ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഭരണഘടനയിലും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി, എല്ലാ മതസ്ഥർക്കും വേണ്ടി നിലകൊള്ളുക എന്നുള്ള തീരുമാനം, പ്രഖ്യാപിത തീരുമാനവുമായിട്ട് മുന്നോട്ട് വന്ന പാർട്ടിയാണ് ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. CPM-ന് അങ്ങനെ പറയാൻ കഴിയില്ല. CPM-ന് തരാതരം അവസരത്തിനനുസരിച്ച് അവിടെ പോകുമ്പോഴൊന്ന്, ഇവിടെ പോകുമ്പോഴൊന്ന് ഇങ്ങനെ പറ്റുള്ളൂ. ലീഗിന് അങ്ങനെയല്ല. ലീഗിന് എല്ലായിടത്തും ഒരേ നിലപാട് പറയാൻ പറ്റും എന്നുള്ളത് നമ്മളെ പ്രത്യേകതയാണ്. ഞാൻ അവസാനിപ്പിക്കും, ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ടോ, ചെറിയ കാര്യം സേക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ചുവരെഴുത്തുകളെ വായിക്കണം, കാലങ്ങളെ വായിക്കണം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ജനറേഷൻ ഏതാ? അതിവേഗം പോകുന്ന ജനറേഷൻ അല്ലേ? കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി 2025 മുതൽ തുടങ്ങുന്ന 25 മുതൽ തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പേര് വിളിക്കുന്നറിയോ? ആൽഫ കാലഘട്ടമാണത്, ആൽഫ ജനറേഷൻ. ഇതിനു മുൻപുള്ള ജനറേഷൻസ് ഉണ്ട്, അവർ ജെൻ സി കാലഘട്ടത്തിൽപ്പെട്ട ആളുകൾ, ജെൻ സി എന്ന് പറയും. അവരുടെ പ്രത്യേകത എന്താ? നമുക്ക് ഒരു എത്തും പിടുത്തവും ഇല്ല, ഇവര് പാടുന്നതും പറയുന്നതും വല്ല ബോധ്യമുണ്ടോ? യേശുദാസിന്റെ പാട്ട് കേട്ടവർക്ക്, ചിത്രയുടെ പാട്ട് കേട്ടവർ ഇപ്പൊ കേൾക്കുന്നത് ഡാപ്സി പാടുന്ന പാട്ടുകളാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, എന്ത് പാട്ടാ അത്? നമുക്ക് ഇത് കേട്ടിട്ട് വല്ലതും തിരിയുന്നുണ്ടോ? ഇതെങ്ങനെ ആസ്വദിക്കാൻ നമ്മൾ ചോദിക്കുന്നുണ്ട് അല്ലേ? ജനറേഷനുകൾ മാറിക്കൊണ്ടിരിക്കുക. അവര് പറയുന്ന വർത്താനം നമുക്ക് മനസ്സിലാവുന്നില്ല, അവര് നമ്മളോട് പറയുന്നത് തിരിയുന്നില്ല, നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുക. അതിന് മുമ്പുള്ള ജനറേഷൻ നിങ്ങൾക്കറിയാം, അവര് പിന്നെ എന്താ പറയാ, ഒരു കൊറോണയുടെ ഒക്കെ തൊട്ട് മുൻപുള്ള ജനറേഷൻ, അവര് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളുടെ ഡിജിറ്റൽ കാലഘട്ടമാണ്, സ്മാർട്ട് ഫോണുകളുടെ കാലഘട്ടം. ആ സ്മാർട്ട് ഫോണുകളിലൂടെ ഒരു പക്ഷേ അവരെ ഹെലികോപ്റ്റർ തലമുറ എന്ന് പറയാറുണ്ട്. എപ്പോഴും അവരൊരു നിരീക്ഷണ വലയത്തിലാണ്. ഫോണുകൾ സ്കൂളിൽ കൊണ്ടുവന്ന പ്രശ്നം, ഇവരെന്താ ചെയ്യുന്നതെന്ന് പ്രശ്നം, അങ്ങനെ കുറെ ടെൻഷനുകൾ അനുഭവിക്കുന്ന ജനറേഷനാണ് ഈ ആളുകൾ. അതിൻ്റെയൊക്കെ കുറച്ചുകൂടെ പിന്നിലുള്ള മില്ലേനിയൽസ് ഉണ്ട്, അതും കഴിഞ്ഞ് അതിന്റെ പിന്നിലുള്ള ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വലിയ തലമുറ വ്യത്യാസം നമ്മൾക്കിടയിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ രീതികൾ തമ്മിൽ വ്യത്യസ്തമാണ്, നമ്മളുടെ ഇടപാടുകൾ തമ്മിൽ വ്യത്യസ്തമാണ്, ചോദ്യങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണ്. നമ്മൾ ചോദിക്കലുണ്ട് മക്കളോട്, മക്കൾ നിങ്ങൾക്ക് എന്താവാനാ ഇഷ്ടം അല്ലേ? സ്കൂളിൽ ഒരു പുതിയ ടീച്ചർ വന്നാൽ സാധാരണ ചോദിക്കുന്ന ചോദ്യം, മക്കളെ എന്താവാനാ ഇഷ്ടം? ഇപ്പൊ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. എന്താ കാരണം എന്നറിയോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്താവാനാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഈ കാലത്തുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അടുത്ത കാലത്തുള്ള ഒരു പിന്നെ ജീവിക്കേണ്ട ഒരു വ്യക്തിയെ നമ്മൾ വളർത്തുന്നത്. വ്യത്യസ്തമാണത്. ഒരു കഥയുണ്ട്, ഒരു പിന്നെ ജയിൽ തടവുകാരനായിട്ടുള്ള ഒരു വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹം നിരപരാധിയാണ് എന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിടുന്നത്. അങ്ങനെ അദ്ദേഹം പുറത്തു വന്നിട്ട് അദ്ദേഹത്തിന് ഒന്നും തിരിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ലോകമേ മാറി, കാലമേ മാറി, ഇവിടെയുള്ള മനുഷ്യരെ മാറി, അവരുടെ ഭക്ഷണമേ മാറി, അവരുടെ ഭാഷയെ മാറി. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇനി ഒരാളെ കൊന്നിട്ടാണെങ്കിലും തിരിച്ച് ജയിലിലേക്ക് പോയാൽ മതി എന്ന്. അത്രയും വ്യത്യസ്തമായി വേഗതയിൽ സഞ്ചരിക്കുന്ന കാലമാണിത്.
ഈ കാലത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധാരണയോടെ മുന്നോട്ട് പോകണം. മക്കളുടെ കാലത്തേക്ക് പുതിയ കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചുകൊണ്ട് അതിൽ നമ്മളെ ഫിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ ഔട്ടായി പോകും, നമ്മൾ ഇല്ലാതായി പോകും, നമ്മൾ തീർന്നു പോകും. അതുകൊണ്ട് അപ്ഡേഷൻ നടത്തുന്ന, ടെക്നോളജിക്ക് അനുസരിച്ച് മാറുന്ന, ആധുനിക കാലത്തിന് വായിച്ചറിഞ്ഞ് രാഷ്ട്രീയം പറയുന്ന ആളുകൾ ഉണ്ടായിത്തീരണം. അതിന് ഓരോ കാലത്തിനും പ്രത്യേകതയുണ്ട്, ഓരോ നാടിനും പ്രത്യേകതയുണ്ട്. ആ നാടിൻ്റെ സാമ്പത്തികമായി, രാഷ്ട്രീയപരമായി, ആ നാടിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒപ്പിയെടുക്കാൻ, വായിച്ചെടുക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യസമേതം മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതിൽ പുതിയ ജനറേഷനെ മുന്നിൽ നിന്ന് നയിക്കാൻ, ആ ജനറേഷനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ കേരളത്തിലെ പിണറായി വിജയന്റെ 2ാം ഭരണമാണ്. മോഡി വീണ്ടും ഭരിക്കുന്ന ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിലെ 10 വയസ്സുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും മോഡിയുടെ ഇന്ത്യയാണ്. പിണറായി ഒരു 8 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ കേരളമാണ്. അവൻ കേൾക്കുന്നത്, അവൻ വിശ്വസിക്കുന്നത് തന്റെ നേരെ വരുന്ന JCB കൈകളൊക്കെ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. വീട് പൊളിക്കാൻ എന്തുകൊണ്ട് ഭരണകൂടത്തിന് പറ്റൂല എന്ന് ചോദിക്കുന്ന, ചിന്തിക്കുന്ന തലമുറയാണ് മുന്നിൽ വളരുന്നത്. NRCCA നിയമം നിങ്ങൾക്ക് നടപ്പിലാക്കാം എന്ന് വിശ്വസിക്കുന്ന തലമുറയാണ് മുന്നിൽ വളരുന്നത്. നിങ്ങളോട് അത് അത് പള്ളിയല്ല അമ്പലമാണ് എന്ന് പറഞ്ഞ പോയി തകർത്തോളൂ, മാറ്റി നോക്കിക്കോളൂ എന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് മുന്നിൽ വളരുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയോട് ഇത് പിണറായി ഉണ്ടാക്കിയ ഇന്ത്യ അല്ല, നരേന്ദ്രമോദി ഉണ്ടാക്കിയ ഇന്ത്യ അല്ല, നരേന്ദ്രമോദിയുടെ വാപ്പ ഉണ്ടാക്കിയ ഇന്ത്യ അല്ല. ഇവിടെ 2014 മുൻപ് മറ്റൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു, മറ്റൊരു ഇന്ത്യ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോ ആളുകൾക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിലേക്ക് അത് ഏൽപ്പിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ വിരാമം ഇടുന്നു. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഭയപ്പെടില്ല, നാടുവിടില്ല സംഘികളെ, ഇത് ഓർത്തോളൂ. പിറന്ന നാട്ടിൽ 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരും കട്ടായം. ഭയപ്പെടില്ല, നാടുവിടില്ല സംഘികളെ, ഇത് ഓർത്തോളൂ. പിറന്ന നാട്ടിൽ 6 അടി മണ്ണിൽ അലിഞ്ഞു ചേരും കട്ടായം. ഹിന്ദുവെന്ന് മുസൽമാനെന്ന് നാടിനെ